ഈ ലോക്ക്ഡൗൺ ആയ പിന്നെ നമ്മൾക്ക് സമയം പോകണമെങ്കിൽ നമ്മുടെ ഏക ആശ്രയമാണ് നമ്മുടെ സ്മാർട്ട് ഫോണും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും. എന്നാൽ ഈ അടുത്തായിട്ട് കുറേയധികം ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് 4G സ്പീഡ് വളരെ വളരെ കുറവാണെന്ന്. അതായത് നമ്മൾക്ക് പണ്ട് 1 Mbps 2 Mbpsനൊക്കെ സ്പീഡുകൾ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് നിസാരം ഒരു 128 kbps അല്ലെങ്കിൽ 256 kbps ഒക്കെ മാത്രമേ സ്പീഡുകളുള്ളൂ. എന്തിന് ഞാൻ വീടിൻ്റെ ഏറ്റവും മുകളിൽ പോയി നിന്നു, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല സിഗ്നൽ ഉള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, എന്നിട്ട് പോലും വളരെ വളരെ കുറഞ്ഞൊരു സ്പീഡാണ് കിട്ടുന്നത്. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് സ്പീഡ് കൂട്ടാവുന്നത് എന്നുള്ള കാര്യമല്ല ഷെയർ ചെയ്യാൻ പോകുന്നത്, മറിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ 4Gയുടെ സ്പീഡ് ഇത്രയധികം കുറയാൻ കാരണം എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ഇന്ത്യയിൽ എപ്പോഴാണ് 5G വരുന്നത് എന്നുള്ള കാര്യം അറിയാനായിട്ട്. അപ്പോൾ 5Gക്ക് ഇത്രയും അധികം ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ സ്മാർട്ട് ഫോൺ കമ്പനീസും ആ ഒരു കാര്യം ചൂഷണം ചെയ്ത് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ ഇറക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ 4Gയുടെ സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി എല്ലാ കൺട്രികളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് 128ാമത്തെ സ്ഥാനത്താണ്. എന്തിന് പാകിസ്ഥാനും നേപ്പാളും വരെയും ഇന്ത്യനെക്കാട്ടും എത്രയോ കൂടുതൽ 4G സ്പീഡുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഇന്ത്യയിലുള്ള ഐഡിയൽ കണ്ടീഷനിൽ വരുന്ന 4G സ്പീഡ് എന്ന് പറയുന്നത് 11.58 Mbps ആണ്. എന്നാൽ ശരിക്കും ഇന്ത്യയിൽ കിട്ടേണ്ട 4G സ്പീഡ് എന്ന് പറയുന്നത് 30 മുതൽ 40 Mbps ആണ്. ഇപ്പോൾ നമ്മൾ UK, കാനഡ, USA, ഖത്തർ എന്നിങ്ങനത്തെ കൺട്രീസൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ളൊരു മിനിമം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 Mbpsലും മുകളിലാണ്. സത്യത്തിൽ ഈ സ്പീഡ് കുറവിന് പുറകെ ശരിക്കും പറഞ്ഞാൽ 4 പ്രധാന കാരണമാണുള്ളത്. 4 ശരിക്കും 5 കാരണങ്ങളുണ്ട്. ഇതിൽ 4 നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്, എന്നാൽ 5ാമത്തേത് മാത്രം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും ആദ്യം നമ്മൾക്ക് ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മാസം 1 GB ഡാറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജിയോ വന്നേ പിന്നെയാണ് ഈ ഒരു റെവല്യൂഷൻ, ഇത് 1 GB പെർ ഡേ എന്ന് പറയുന്ന റെവല്യൂഷൻ വന്നത്. എന്തിനിപ്പോൾ നമുക്ക് 1 GB അല്ല 4 GB പെർ ഡേ വരെയും കിട്ടുന്ന പ്ലാനുകളുണ്ട്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം ആൾക്കാർക്ക് ഇത്രയധികം ഡേറ്റയുടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ തക്ക ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഈ ഒരു ടെലികോം പ്രൊവൈഡേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ബാൻഡുകളും ഓവർ ക്രൗഡഡ് ആണ്. അതായത് കുറേയധികം ആൾക്കാർക്ക് ഡേറ്റ ആവശ്യമുണ്ട്, എന്നാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാവുന്ന ഡാറ്റ കുറച്ച് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ടെലികോം പ്രൊവൈഡേഴ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യൻസിന് എപ്പോഴും വേണ്ടത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഏറ്റവും കുറവ് പ്രൈസിന് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ടെലികോം പ്രൊവൈഡേഴ്സ് എല്ലാം അവരെ പ്രൈസുകൾ ജിയോ വന്നേ പിന്നെ കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ പ്രൈസുകൾ കുറച്ചപ്പോൾ അവരുടെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റവന്യൂ വളരെയധികം താഴെപ്പോയി. കുറേ കമ്പനീസ് ലോസിലുമായി. ഇപ്പോൾ വോഡഫോണും ഐഡിയയൊക്കെ മെർജ് ചെയ്ത പോലെ തന്നെ കുറേ കമ്പനി, ഈവൻ എയർടെൽ വരെയും വളരെ വലിയൊരു ലോസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലോസിലിരിക്കുന്ന സമയത്ത് എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ, അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റേഞ്ച് ടവറുകൾ, ഇതിലുള്ള ആൻറ്റനാസ്, ഇതിനെന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആൻറ്റനാസ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന് ആൻറ്റനാസിൽ ഫിറ്റ് ചെയ്യാനോ ഇതിനൊന്നുമുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ആൻറ്റനാസ് ഇപ്പോഴും പല സെൽ ടവറുകളിലും ഓടുന്നുണ്ട്. ഇനി ഇതിലുപരി നമ്മുടെ ഇന്ത്യയിലുള്ള ടെലികോം ഇൻഡസ്ട്രി മൊത്തത്തിൽ അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുവാണ്. അതായത് ഇന്ത്യയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 5 ലക്ഷത്തോളം ടവറുകൾ ഇന്ത്യയിലുണ്ട്, നമ്മുടെ സെൽ ടവേഴ്സ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വെറും 25% ടവറുകളിൽ മാത്രമേ ഫൈബർ ഒപ്റ്റിക് കേബിൾ അടങ്ങുന്ന ഇൻ്റർനെറ്റ് സർവീസുകളുള്ളൂ. ഇനി സാധാരണക്കാരൻ്റെ ഭാഷയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ഫൈബർ ഒപ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം സ്പീഡ് കൂടുതലാണ് ഫൈബർ ഇൻ്റർനെറ്റിന് നമ്മുടെ കോപ്പർ വയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഇൻ്റർനെറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ഈ ഒരു സെൽ ടവേഴ്സിൽ നിന്ന് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, അഥവാ ഇപ്പോൾ എയർടെൽ ആയിക്കോട്ടെ, ഐഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജിയോ ആയിക്കോട്ടെ, ഇവരാണ് നമുക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുന്നത്. ഇനി ഇവരിലേക്ക് ഇൻ്റർനെറ്റ് എത്ര സ്പീഡിലാണ് എത്തുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മളിലേക്ക് എത്ര സ്പീഡിൽ എത്തുന്നതെന്ന്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ടവറുകളിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല സ്പീഡിൽ ഡേറ്റ കിട്ടുള്ളൂ, എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല സ്പീഡിൽ ഡേറ്റ കിട്ടുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ 25% ടവറുകളിൽ മാത്രമേ ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മറ്റ് ഇൻ്റർനെറ്റ് ടവറുകളെല്ലാം തന്നെ നോർമലി ഡോക്സിസ് കേബിളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള വലിയൊരു സ്പീഡ് പോരായ്മ ഇപ്പോഴും നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇനി ഇതിലെല്ലാം ഉപരി ഇന്ത്യയിലുള്ള സ്പെക്ട്രം അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ പുവറാണ്. ഇനി സ്പെക്ട്രം അലോക്കേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് നിസ്സാരമായിട്ടുള്ള വാക്കുകളിൽ പറയുവാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു പൈപ്പ്, നിങ്ങളുടെ വീട്ടിലുള്ള വാട്ടർ കണക്ഷൻ എടുത്തിരിക്കുന്ന ഒരു വലിയ പൈപ്പ് ഉണ്ടാവും. ഈ വലിയ പൈപ്പിൽ നിന്നുമാണ് നമ്മൾ ചെറിയ ചെറിയ പൈപ്പുകൾ വഴി നമ്മുടെ വീടുകളിലേക്കെല്ലാം വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ പൈപ്പിൻ്റെ വലിപ്പം എത്രയാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കുറേ വെള്ളം കടത്തിവിടാനും, ഇപ്പോൾ വലിപ്പം ചെറുതാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ കടത്തിവിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ മെയിൻ പൈപ്പ് വളരെ ചെറുതാണ്, അപ്പോൾ ഇതിലൂടെ പോകുന്ന വെള്ളവും കുറച്ചാണ്. എന്നാൽ ഇതിൽ നിന്നും 100 ആയിരക്കണക്കിന് വീടുകളിലേക്കാണ് വെള്ളം എത്തിക്കുന്നതെങ്കിൽ ഈ വീടുകളിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കില്ലേ.
ഇത് തന്നെയാണ് സ്പെക്ട്രം അലോക്കേഷനും എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസേഴ്സ് ഒരു വലിയ സ്പെക്ട്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഫോണിലേക്ക് ഡേറ്റ വലിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രത്തിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ അതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡും വളരെ കുറവായിരിക്കും. എന്നുള്ളതുകൊണ്ടും അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളതുകൊണ്ട് ഡെയിലി ഓരോരോ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഈ സ്പെക്ട്രം കുഞ്ഞതായി നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റയുടെ സ്പീഡ് കുറഞ്ഞാണ് ഡേ ബൈ ഡേ വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിശദമായിട്ട് കേട്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. നമ്മളുടെ ഫോണിലുള്ള മൊബൈൽ ഡേറ്റയുടെ സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അനുസരിച്ചും വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ iPhone 11ഉം iPhone 12ഉം എടുക്കുക. ഈ 2 ഫോണിലും ഒരേ സിം ഇട്ടിട്ട് ഒരേ സ്ഥലത്ത് നിന്നും സ്പീഡ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ iPhone 12ൽ 4G ഡേറ്റയുടെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും iPhone 11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ iPhone 11ൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റലിൻ്റെ മോഡമാണ്. അതേസമയം iPhone 12ൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ X55 എന്ന് പറഞ്ഞ അഡ്വാൻസ് ആയിട്ടുള്ള മോഡമാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏത് മോഡമാണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ഫോണിലുള്ള 4G ഡേറ്റയുടെ സ്പീഡും കൂടുന്നതും കുറയുന്നതുമായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ഇന്ത്യയിൽ 5G എത്തണം. ഇന്ത്യയിൽ 5G എത്തണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അതായത് 5G ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ കുറേയധികം യൂസേഴ്സ് 5G ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ 4G ബാൻഡ്വിഡ്ത്ത് വിട്ടിട്ട് 5Gയിലേക്ക് മാറുന്നതായിരിക്കും. അങ്ങനെ 5Gയിലേക്ക് മാറുമ്പോൾ നമ്മുടെ 4G സ്പെക്ട്രം കുറച്ചുകൂടി അങ്ങ് ഓപ്പൺ ആവും. അതായത് കുറേ യൂസേഴ്സ് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പൈപ്പിൽ നിന്നും 100 പേരാണ് കണക്ഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ 50 പേര് വേറെ പൈപ്പിലേക്ക് കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 50 പേർക്ക് കുറച്ചുകൂടി കൂടുതൽ വോളിയത്തിൽ വെള്ളം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കൂടുതൽ വോളിയത്തിൽ നമ്മൾ ഡേറ്റയുടെ കാര്യം പറയുമ്പോൾ ഡേറ്റ സ്പീഡുകൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് 5G വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 4Gയിലെങ്കിലും കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സ്പീഡുകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയാൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.